ഈ 30 കൊല്ലം ഒന്നും ഒരു ലോയറാകുന്നതിന് ആവശ്യമില്ല എന്ന് ഉള്ള തിരിച്ചറിവ് വളരെ ലേറ്റായിട്ടുണ്ടായി. മനസ്സിലായി. ബേസിക്കലി ഒരു ലോയറിനെ പ്രിപ്പയർ ചെയ്യുന്നതിന് 30 കൊല്ലം ഭയങ്കര കൂടുതലായിട്ടുള്ളൊരു പീരീഡാണ്. ഓൾമോസ്റ്റ് റിട്ടയർ ആവേണ്ട സമയം. അതെ അതെ അതെ. ഇവിടെ ഒരു ജനറൽ കൺസെപ്റ്റ് ഉണ്ട്. ആ കൺസെപ്റ്റ് അനുസരിച്ച് ഒരു ലോയർ തെളിഞ്ഞു വരണമെങ്കിൽ 15 കൊല്ലം എടുക്കും, അല്ലെങ്കിൽ 10 കൊല്ലം എടുക്കും എന്നൊക്കെ പറയുന്ന ഒരു ഫിലോസഫി ലീഗൽ പ്രൊഫഷനിലുണ്ട്. യഥാർത്ഥത്തിൽ അതത്ര ശരിയല്ലെന്ന് എനിക്ക് പണ്ടും തോന്നിയിട്ടുണ്ട്. ബേസിക്കലി അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ആണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. നമ്മൾ പരീക്ഷിച്ച് നോക്കുന്നു, അത് വിജയിക്കുന്നില്ല, വീണ്ടും പരീക്ഷിക്കുന്നു. അങ്ങനെ ഈ ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ട്രെയിനിങ് ഉണ്ടെങ്കിൽ ഈ 15 കൊല്ലത്തിൻ്റെ ആവശ്യമില്ല. ക്യാൻ വി ഡു ഇറ്റ് വിതിൻ എ പീരീഡ് ഓഫ് 2 years 3 years? എല്ലാ മേഖലയിലും ബേസിക് നോളജ് ഉള്ള ഒരു ലോയറിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്ന ഒരു തിരിച്ചറിവാണ് എനിക്ക് ഈ 30 കൊല്ലത്തിനിടയിൽ